കോട്ടയത്ത് ട്രെയിനിൽ വെച്ച യാത്രക്കാരൻ കത്തിവീശിയതിനെ തുടർന്ന് പോലീസുകാരന് പരിക്ക്. പത്തനംതിട്ട നെടുമൺ സ്വദേശി അനിൽകുമാറാണ് കത്തിവീശിയത്. മലബാർ എക്സ്പ്രസിൽ ഇന്നലെ രാത്രി 10 മണിക്കായിരുന്നു ആക്രമണം. പ്രതിയെ കോട്ടയം പോലീസ് പിടികൂടി. ചിങ്ങവനം കഴിഞ്ഞ സമയത്ത് S5 കോച്ചിനകത്ത് ഒരു ബഹളം നടക്കുന്നു പറഞ്ഞുകൊണ്ട് ടി ആ ട്രെയിനിൽ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സനിൽകുമാർ എന്ന് പറയുന്ന പോലീസുകാരനെ വിവരം അറിയിച്ചു. പുള്ളി അന്നേരം തന്നെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് S5 കോച്ച് ചെന്നപ്പോൾ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു പ്രതി 56 വയസ്സുള്ള അങ്ങനെ ടി ആയിട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടിക്കറ്റ് ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പം അതിൽ പ്രകോപനായ അയാൾ ആരെയൊന്ന് കത്തിയെടുത്ത് ഈ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടത് നെഞ്ചുഭാഗത്തായിട്ട് കുത്തി. അയാൾ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ആ പരിക്ക് വലിയ ഗൗരവമല്ലാതെ പോയി. ഇത് യൂണിഫോം കീറി ചെറുതായിട്ടൊരു പോറലുണ്ട്. അത് കഴിഞ്ഞ് കൺട്രോൾ വിവരം അറിയിച്ചു. കൺട്രോൾ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ഇന്നലെ കോമ്പിംഗ് ഡ്യൂട്ടി ആയിട്ട് പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. അന്നേരം തന്നെ S5 കോച്ച് അറ്റൻഡ് ചെയ്തു. അവിടുന്ന് ഈ പ്രതിനെ ഇറക്കി മെഡിക്കൽ നടത്തി സ്റ്റേഷനിൽ സൂക്ഷിച്ച് ഇന്നിപ്പം FIR ഇടുന്നുണ്ട്. ഇന്ന് കോടതി ഹാജരാകും. ഈ പോലീസുകാരൻ അത് കഴിഞ്ഞ് പരിക്ക് വലിയ കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ എറണാകുളത്ത് പോയി അവിടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഇന്ന് രാവിലെ വന്നു. അദ്ദേഹത്തിന് മൊഴി മേടിച്ച് FIR ഇടുന്നുണ്ട്. ഈ പ്രതിക്ക് വേറെ കേസുകളുണ്ടോ? വേറെ നെടുമൺ പോലീസ് സ്റ്റേഷനിൽ കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ വേറെ 302 കേസൊക്കെ ഉള്ള ആളാണ്. ജോസി ബാബു വിശദാംശങ്ങളുമായി. ജോസി, എന്താണ് ഉണ്ടായത് അവിടെ? സൈഫുദ്ദീൻ, ഇന്നലെ രാത്രി 10 മണിയോടെ മലബാർ എക്സ്പ്രസിലാണ് സംഭവം. S5 കോച്ചിൽ ആണ് പോലീസുകാരന് നേരെ പ്രതിയായ അനിൽകുമാറിന്റെ ആക്രമണം ഉണ്ടായത്. പത്തനംതിട്ട കൊടുമൺ സ്വദേശിയാണ് പ്രതി അനിൽകുമാർ. ഇയാൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഇയാളുടെ കൈവശം ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. TTR ഇത് ചോദ്യം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമുണ്ടാകുകയും ചെയ്തു. പിന്നീട് TTR ബോഗിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ അറിയിക്കുകയായിരുന്നു. സനിൽകുമാർ എന്ന പോലീസുകാരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. പോലീസുകാരനുമായി തർക്കത്തിൽ ഏർപ്പെട്ട പ്രതി അനിൽകുമാർ അരയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് പോലീസുകാരന് നേരെ വീശുകയായിരുന്നു. ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല. നെഞ്ചിന് താഴെ ആണ് ചെറിയ പോറൽ ഏറ്റിട്ടുള്ളത്. യൂണിഫോം പൂർണ്ണമായും ആ ഭാഗത്തെ മുറിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ പോലീസുകാരൻ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോട്ടയം റെയിൽവേ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനും ഇടയിലുള്ള ചിങ്ങവനം സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇദ്ദേഹം പോലീസുകാരന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയത്, അതോടൊപ്പം തന്നെ വധശ്രമം അടക്ക വകുപ്പുകൾ ചുമത്തിയാണ് ഈ അനിൽകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈകിട്ട് ഇയാളെ കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം അടക്കമുള്ള മറ്റ് വിവിധ കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ അനിൽകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ മറ്റ് പശ്ചാത്തലം കൂടി അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വൈകിട്ടോടുകൂടി കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും പ്രതിയെ ഹാജരാക്കുക. സേഫ്.